തേങ്ങ എന്ന് പറയുമ്പോൾ നമ്മള് കറിയൊക്കെ വെള്ളമുള്ള കറിയൊക്കെ ഉപയോഗിക്കുന്നു. ഞാരങ്ങ അല്ല, നാരങ്ങ. നാരങ്ങ എന്ന് പറയുന്നത് പിഴിഞ്ഞു കുടിക്കത്തില്ലേ, മഞ്ഞ കളറ്. ആദ്യം പച്ച, പിന്നെ മഞ്ഞ, പിന്നെ അത് കറക്കും വെയിലത്ത് കിടന്ന് ഉണങ്ങുമ്പോ. അടുത്ത കമുങ്ങ്. കമുങ്ങൊക്കെ അറിയത്തില്ലേ? ഈ പാക്കുണ്ടാകും. പാക്ക് പാക്ക് ഒരു പേര് തന്നെ ഉള്ളൂ. പാക്കിന് വേറെ പേര്. പാക്ക് സിക്സ് പാക്ക് അല്ല. ഈ പാക്ക് എന്ന് പറയുമ്പോ മുറുക്കാൻ ഉപയോഗിക്കുന്നത്. ചെവിയോ? എടാ, ഈ പാൻ മസാലക്കകത്ത് അരിഞ്ഞിട്ട് തിന്നുന്ന പാക്ക്. മസാലയില് പാക്കറ്റ് വരത്തില്ലേ, ഒരു ഇങ്ങനെ പിള്ളേരൊക്കെ തിന്നുന്ന പാൻ മസാലക്കകത്ത് ഇരുന്ന് പാക്ക്. അത് നിനക്കില്ല, അത് 8ാം ക്ലാസ്സിലുള്ള. അത് അടുത്ത വായിക്കും. ഓരോന്ന് എഴുതി വിടും. ഞാവൽ എന്ന് പറയുമ്പോ ഈ വാവല് തിന്നുന്ന പഴം, കറുത്ത ഒരു പഴം. അവിയലല്ല, തോരൻ. നീ മതി. പഠിപ്പിക്കണം. എന്നെ ഏൽപ്പിച്ചിട്ട് തങ്കച്ചടച്ച് പോയില്ലയോ? ദൈവത്തിനെ ഓർത്ത് നീ വണ്ടി പണിയണ പോലെ ആ പരുവത്തിലാക്കരുത്. വണ്ടിയുടെ ഹോൺ കംപ്ലൈന്റ് എന്തെങ്കിലും പറഞ്ഞു വന്നാൽ നീ എഞ്ചിൻ പണിയും. എഞ്ചിൻ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഹോൺ പണിഞ്ഞു വിടും. അല്ല, അതുമാതിരി ഇനി എന്റെ ചെറുക്കന് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ അറിയാം. നീ അവനെ ഇംഗ്ലീഷും അല്ല മലയാളവും അല്ല ഒരു പരുവത്തിലാക്കി കളയരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡാഡിയോട് മാത്രം ചോദിച്ചാൽ മതി ഈ വീട്ടില്, കേട്ടാ. അല്ലാതെ ആവശ്യമില്ലാതെ ഒന്നും കേട്ടോ. കൊച്ചിനെ എന്നെ ഏൽപ്പിച്ചിട്ട് ദാ വരുന്നെന്ന് പറഞ്ഞ് നാത്തൂടെ താഴോട്ട് പോയിട്ട് ഇപ്പൊ മണിക്കൂർ 2 അവിടെ എന്തൊരു വിശേഷം? പെണ്ണുങ്ങൾ 3 ചേരുമ്പോൾ എന്തുമായിരിക്കും? സുലിച്ചേച്ചിയുടെ വീട്ടിൽ കൊതിന്നുണ്ടെങ്കിൽ പറയാൻ ഒരു കാരണം വേണ്ടേ? അതിനിപ്പോ അവര് 3 പേരുണ്ടെങ്കിൽ പിന്നെ ആരെ കുറിച്ച് പറയും? ലേറ്റസ്റ്റ് വാർത്ത കിടക്കല്ലേ, വില്ലേജ് ഓഫീസിലെ പ്യൂണ് ശാരദ ചേച്ചിയുടെ മോടെ കല്യാണം 101 പവൻ. സഹിക്കോ? ശരിയാണ്. അപ്പൊ ഇനിയിപ്പോ ആ കല്യാണം എൻഗേജ്മെന്റ് മുതൽ കല്യാണം, മറുവീട്, അതുവരെയുള്ള എല്ലാ കുറ്റങ്ങളും പറഞ്ഞിട്ടേ വരുള്ളൂ. ചെറുതായിട്ടൊന്ന് കേട്ട്, ഈ 101 പവന് കൊടുക്കാൻ മാത്രം ചേച്ചിക്ക് എന്തോ ജോലി? അപ്പൊ ഒരാൾ പറഞ്ഞു മിക്കാറും വില്ലേജ് ഓഫീസിൽ നിന്ന് കൈക്കൂലി മേടിച്ചായിരിക്കുന്നു. ഇച്ചിരി കൈക്കൂലിയൊക്കെ ഉണ്ട്. ഞാൻ ആലോചിക്കുന്നത് ഈ പെണ്ണുങ്ങളുടെ ഒരു ഇരുന്ന് നോക്കണം. ഒരു 3 പേര് കൂടി കഴിഞ്ഞാൽ അടുത്ത ഒരാളിനൊക്കെ പറയും. എന്നിട്ട് ഈ 3 പേരുണ്ടല്ലോ, അതിൽ ഒരാളങ്ങോട്ട് മാറി നോക്കിട്ട് ആ പോയ ആളിൽ അന്ന് പൊങ്കാലായിരിക്കും. രാഷ്ട്രീയക്കാര് ചെയ്ത പണി തന്നെ അവരും എന്തോ രാഷ്ട്രീയത്തിലോട്ട് കയറി കളിക്കണ്ട കേട്ടാ. നിനക്കൊന്നും വേറെ പണിയൊന്നുമില്ലേ? ഇന്ന് പണിക്ക് വന്നേരമല്ലേ ഇവനെ പിടിച്ച് ഏൽപ്പിച്ചത്. ഇനിയിപ്പോ ഞാൻ വന്നല്ലോ, ഇനി നിനക്ക് പൊക്കൂടെ? ആ പണി പോയല്ലോ. ഓ, ഉണ്ടെങ്കിൽ പിന്നെ ചെയ്താ പിന്നെ പിന്നെ ആവർത്താനം പറയുന്നത് അച്ചമ്പി. അയ്യോ കേട്ടോ, പൈസക്ക് ബുദ്ധിയോടെ നെഞ്ചത്തടിക്കുമ്പോ എടുത്തു തരാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പറയരുത്. അപ്പൊ നമുക്ക് ഉപയോഗശൂന്യനായല്ലോ, ഉപയോഗശൂന്യൻ. നീ വരും, എന്റെ കുറിഞ്ഞ ഒരു ദിവസം പൂക്കും. സമ്മതിച്ച ഇനി ഞാൻ അങ്ങനെ ചെയ്ത ചേച്ചി എന്നോട് അന്നത്തെ ദിവസം മിണ്ടണ്ട. അന്ന് എനിക്ക് മിണ്ടാതിരിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. അങ്ങനെ പറയരുത്, എന്നെ തീരെ വിശ്വാസമില്ല ചേച്ചിക്ക്. ഈ കാര്യത്തിൽ വിശ്വാസം ഇല്ല. മിണ്ടണ്ട, ഒരു ദിവസത്തേക്ക് മിണ്ടാതിരുന്നാ മതി. ഞാൻ ഓക്കെ. രണ്ടുപേരും കൂടെ തുടങ്ങിയ രണ്ടും കൂടെ സ്നേഹിച്ചിരിക്കും ചെയ്യും. പെട്ടെന്നാണ് ഞാൻ ഇവിടെ അനിയത്തിയാന്ന് പറഞ്ഞ് കൊണ്ടുനടക്കണം. അയ്യോ, അപ്പൊ ഞാൻ ചേച്ചി, എന്റെ സ്വന്തം ചേച്ചിയാന്ന് പറഞ്ഞ ചേച്ചിനെ ഇങ്ങനെ കൊണ്ടുനടക്കണതോ? എവിടെ കൊണ്ടുനടക്കണ എന്നെ? ഞാൻ പോണിടത്തൊക്കെ ചേച്ചി ഉണ്ടല്ലോ. അത് ഞാൻ വന്നല്ലേ. അപ്പൊ ചേച്ചി പോണിടത്തൊക്കെ ഞാനും വലിഞ്ഞേറി വരണല്ലേ? പോയിക്കേ. ഉറപ്പ്, സത്യമായിട്ട് ഞാൻ ഇന്നത്തെ ദിവസം സത്യം കൈത സത്യം. ഒരു ജോലിയില്ല, എന്നെ കാണാൻ വരണോ? അവന്റെ ഒരു പൊതി കാണും എന്തായാലും. എന്ത് കൊറേ കാലത്തിന് ശേഷേ കാണാത്തവരൊക്കെ കണ്ടുമുട്ടുമ്പോഴത്തെ ഒരു സന്തോഷേ. എന്റെ കൂടെ പഠിച്ച സുന്ദരല്ലേ ഗൾഫിലുണ്ടായിരുന്നു, അവ ഇപ്പൊ നാട്ടിൽ സെറ്റിലായി. ഇപ്പൊ നമ്മുടെ ടൗണിൽ ഒരു ബേക്കറി തുടങ്ങിയിരിക്കും. അന്നായിരുന്നു ഉദ്ഘാടനം. അപ്പൊ അതിന് ക്ഷണിച്ച് അപ്പൊ ചെന്ന് നോക്കിയപ്പോ ഞാനും അവനും ഞങ്ങളുടെ കൂടെ പഠിച്ച അപ്പത്തെ കുറെ ആൾക്കാരൊക്കെ ഒന്ന് കാണാൻ പറ്റി. അപ്പൊ അവൻ കുറച്ച് പലഹാരം ഇങ്ങോട്ട് കൊടുത്തതാണ്. അല്ലല്ല, അതിലുണ്ട്. അത് അങ്ങോട്ട് കൊടുത്താ, കുറച്ചങ്ങോട്ട് കൊടുത്തോട്ടാ. എടുത്തിട്ട് കൊടുക്കാം. ഒരു ചായ എടുക്ക്. ചായ കുടിച്ചില്ലേ? ജിലേബി
ജിലേബി ലഡു ഞാൻ ചക്ക വറുത്തത് കിട്ടേണ്ടി. എടുത്തിട്ട് തരാന്ന് പകുതി കൊണ്ട് തരാൻ പോ. അമ്മയ്ക്ക് ഒന്നും കൊടുത്തിട്ടുവോ? ആ മധുരമല്ലേ വേണ്ട. ലഡു പറഞ്ഞത് തിന്നായിരുന്നല്ലേ അമ്മ? ഇതെന്താ അമ്മ ഇങ്ങനെ ഇരിക്കുന്നത്? ഒന്നുമില്ല, അവനകത്തോട്ട് ചായ കുടിക്കാൻ പോയി. ലില്ലി പലഹാരവും കൊണ്ട് അങ്ങോട്ട് പോയി. നീ ചായ കുടിക്കാൻ ചെല്ല്. വേണ്ട, എനിക്ക് ചായ വേണ്ട അമ്മേ. ഞാൻ മധുരമൊക്കെ നിർത്താൻ പോവാ, ഷുഗർ വരും. അതാ പോവാ എല്ലാരും പോയി, പിന്നെ ഞാനിവിടെ ഇരിക്കുന്ന എന്തിനാ? അമ്മേ എന്നാ ഒരു ചായ കുടിക്കും. അമ്മാവന് വേണ്ടി ഇട്ടതാ. അപ്പ അമ്മയ്ക്ക് ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിന്റെ അടുത്ത് ഞാൻ ചായ ചോദിച്ചാ? അമ്മാവൻ ഇട്ടതാ. അമ്മാവനിട്ടതാണെങ്കിൽ അമ്മാവന് കൊണ്ട് കൊടുക്കണം. അമ്മാവനിട്ട ചായ എനിക്ക് തരേണ്ട കാര്യമില്ല. അമ്മാവന് കൊടുത്തത് അമ്മയ്ക്ക. എനിക്ക് വേണ്ട. ഇത്രയും സമയത്തിനകം 2 ചായ കൂടുതലൊന്നും കുടിക്കാൻ എനിക്ക് വേണ്ട. പിന്നെ ഞാൻ ചിലപ്പോഴൊക്കെ ചായ ചോദിക്കും, വല്ല ശരീരത്തിന് വല്ല ക്ഷീണോ അവശത എന്തെങ്കിലും. ഇപ്പം എനിക്ക് ഒരു കുഴപ്പവും ഇല്ല. കൊണ്ടുപോ പോ പോ. ചായ വേണ്ടാന്ന്. വേണ്ടാ? അല്ലെങ്കിൽ എപ്പോഴും ചായ കുടിക്കുന്നത് നല്ലതൊന്നല്ല. ചേച്ചിയേ, ഞാനേ ബേക്കറിയുടെ ഉദ്ഘാടനത്തിന് പോയപ്പോഴേ എന്റെ കൂടെ പഠിച്ച കുറെ പേരുണ്ടായിരുന്നു അവിടെ. എല്ലാവരും വയസ്സന്മാരായിരിക്കും കേട്ടാ. ഇത്തിരി ഒരു ചെറുപ്പമുള്ളത് എനിക്കാ. എന്നോട് അവരെന്താ പറഞ്ഞറിയാ, ആ മീശൊക്കെ കട്ട് ചെയ്തിട്ട് ആ മുടിയൊക്കെ ഒന്ന് കറുപ്പിച്ച് ഒരു ജീൻസ് ഷർട്ട് ഇട്ട് കിടന്നപ്പോഴും 35 വയസ്സാതാ പറഞ്ഞത്. 35 വയസ്സാ തോന്നുള്ളൂ. ഇത് നോക്ക്, എന്നിട്ട് പറയും നിനക്ക് മിണ്ടി പോവരുത്. എന്റെ കണ്ണു മുമ്പിൽ കണ്ടു പോടാ. ഇതെന്തേ എന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങി പോവാൻ. അതിനിപ്പോ ഞാനെന്താ ചെയ്ത്? നീ ഒന്നും ചെയ്തില്ല. എന്താ ഞാൻ ചെറുപ്പാന്ന് പറഞ്ഞതാ ദേശി? അയ്യോ, എന്തൊരു ചെറുപ്പം. മൂക്കറ്റം വരെ നരച്ച് എന്നിട്ടാണ് ചണുപ്പ്. ഇതിപ്പോ എന്താ പിണങ്ങിയിരിക്കുന്നു? കളിയാക്കാൻ വന്നിരിക്കുന്നവൻ എന്നെ. ഞാൻ എന്റെ ചെറുപ്പത്തിന്റെ കാര്യം പറഞ്ഞല്ലേ? അയ്യോ, ചെറുപ്പത്തിന്റെ കാര്യം പറഞ്ഞതൊന്നുമല്ല. എന്ത് ലില്ലിയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ? ലില്ലി അല്ല, നീയാണ് എല്ലാത്തിനും കാരണക്കാരൻ. അറിയാമോ നിനക്ക്? ഞാൻ എന്ത് കാട്ടി? ക്ഷേമിക്കാൻ വന്നിരിക്കുന്നു. മിണ്ടി പോരുന്നുണ്ട്. ഇറങ്ങിപ്പോടെ അവിടെ നിന്ന്. ഇടാ, ഇറങ്ങി പോവാനാണ് പറഞ്ഞത്. അത് ശരി, ഞാൻ ഇറങ്ങി പോണല്ലേ? അന്നാ ഞാൻ ഇറങ്ങിപ്പോ എന്റെ പിന്നാലെ വരും. അപ്പൊ ഞാൻ കാണിച്ചു തരാം. അപ്പൊ കാണിച്ചു. എന്ത് ഭ്രാന്താണ് ഇതിന്? നിനക്കാണോ ഭ്രാന്ത്? എനിക്കല്ല ഭ്രാന്ത് കാണിച്ചു വെച്ചിട്ട് ഇപ്പൊ തോന്നിയാസം പറയാൻ വന്നിരിക്കുന്ന അവൻ എന്നെ ആക്ഷേപിക്കാൻ വന്നിരിക്കുന്നു. ഞാൻ ഇതൊന്നും കാണാത്തോളല്ലേ. അല്ലെങ്കിലുണ്ട് ആരോടെങ്കിലുള്ള ദേഷ്യം എന്റെ അഞ്ഞത്ത്. വേണ്ടെന്ന് വെച്ചിട്ടാ അവസാനം ഞാൻ അങ്ങോട്ട് വരാതെയോ. എന്ത് സ്വഭാവം അത്? അതുകൊണ്ട് ഇത് എഴുതിയിട്ട് അല്ല ഇത് വായിച്ചിട്ട് ഇത് വായിച്ചിട്ട് ഇത് വായിച്ചു. What do you mean by the term reflection of light? When light strikes the polished surface, it comes back in the same medium. It's called reflection of light. 6 4 2 8. How is a അപ്പൂപ്പൻ ഇവിടെ ഇങ്ങനെ കണ്ണടച്ച് കിടക്കുന്നത് കാണാല്ലേ? ഇല്ലേ? അപ്പൊ അപ്പൂപ്പന് ഉറക്കം വരിക എന്ന് അറിയണില്ലേ? ആ സമയത്ത് അപ്പൂപ്പന്റെ അടുത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ ക്ലാസ് കുശി കുക്കേശ് ഇങ്ങനെ ഉറക്കം പാടിയ അപ്പൂപ്പന് ഉറങ്ങാൻ പറ്റുമോ? അപ്പൊ മനസ്സിൽ പഠിക്കട്ടാ. അല്ല, എനിക്ക് മനസ്സിൽ പഠിച്ച എനിക്ക് ഒക്കത്തില്ല. മിസ് പറഞ്ഞിട്ടുണ്ട് ബൈ ഹാർട്ട് ചെയ്ത് വായിക്കണം. ഉറക്കം വായിക്കണം. എന്നാ പിന്നെ വേറെ എവിടെയെങ്കിലും പോയിരുന്നു പഠിക്ക്. വേറെ എവിടെ പോയിരുന്നു വായിക്കും? ഞാൻ അമ്മൂമ്മയുടെ അടുത്ത് പോയിരുന്നു പഠിക്കുന്ന കുട്ടികളെ. കൊള്ളാം, അമ്മൂമ്മ എന്നെ ഓടിച്ചു വിടും. അപ്പൊ എന്തായാലും ഞാൻ ഓടിച്ചു വിടില്ലേ? നമ്മുടെ കിടക്കാൻ അറിഞ്ഞൂടെ? എവിടെയും പോയിരുന്നു പഠിക്കും. താളയും പേരെ കുട്ടികളും ഒക്കെ കണക്കാ. പങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി മാമൻ വീരുന്നീന് വരും. നീ ഇപ്പൊ എന്തിനാണ് അങ്ങോട്ട് കെട്ടിയെടുത്ത്? എന്നാ എന്തൊരു വർത്താനോ മാമ വന്ന മാമനെ കാണണ്ടേ? എനിക്ക് ഇവിടുത്തെ ആരും കാണണ്ടത്. എന്നിട്ട് അങ്ങനെ ഒരു വർത്താനോ?
കലിപ്പല്ലോ ഉണ്ടായ എന്തിനു പറയണത്? ഞാൻ എന്തിനാ ഇവിടെ വരുന്നത്? എപ്പോഴും എന്റെ ചേച്ചി കുട്ടികളും കാണാനല്ലേ. എന്ത് പറ്റി? ഇന്ന് എന്റെ നേർക്ക് ഒരു കാരണമില്ലാണ്ട് എടുത്തുകടി ചാടിയിട്ട് കടന്നു പോവാൻ പറഞ്ഞിട്ട് ആകെ പ്രശ്നമായി. കനകമച്ചമ്പേ അല്ല എന്റെ ചേച്ചി തന്നെ. അമ്മയാ? എന്റെ ചേച്ചി അല്ലാണ്ട്. എൻ്റെ പൊന്നു മാമ, എനിക്ക് ഇതിൻ്റെ ഇരട്ടി അനുഭവമാണ്. രാവിലെ വിളിച്ചിട്ട് ഒരു കാര്യമില്ലാതെ കസറും, ഉച്ചയ്ക്ക് വിളിച്ച് സ്നേഹത്തോടെ വരും, വൈകിട്ട് വിളിച്ച് അതേപോലെ കസറും. ഇടയ്ക്ക് തങ്കഞ്ചേട്ടത്തി തന്നെ വഴക്ക് പറഞ്ഞതിൻ്റെ കൂട്ടൊന്ന് എരിയും കയറ്റും. പ്രായമായി വരുന്നോറും മൂശാട്ട മൂട്ടയാവുന്നുണ്ടെന്ന് എനിക്ക് ഡൗട്ട്. എത്ര അവിടെ ആരും മൂശായിട്ട് മൂത്ത് മൂട്ടയാണ്. ഇവിടുത്തെ അമ്മയുടെ കാര്യേ. എന്റെ ചേച്ചിയുടെ കാര്യം നീ പറഞ്ഞേ. വയസ്സാകും തോറും ചിലർക്ക് അങ്ങനെയൊക്കെ പറ്റിയെന്ന് വരും. നീ എന്തിനാ അതൊക്കെ സഹിക്കാൻ ഇവിടെ വന്നിക്കണേ? നീ നിന്റെ അമ്മ എന്താ അത്ര നല്ല സ്വഭാവ? അതിന് സഹിക്കാൻ പറ്റായിട്ടില്ല ഇങ്ങോട്ട് വന്ന്. ഇതൊക്കെ സഹിക്കാൻ പറ്റും. ഇത്ര നേരം അമ്മയെ കുറ്റം പറഞ്ഞിട്ട് നീച്ച് പോടായിരുന്നു. കുറച്ചു നേരം കിടക്കട്ടെ ഇവിടെ. ഇറക്കിക്കാണ് സമാധാനം ഒന്നും തരണ്ടേ? ഇവിടെ ഒറ്റയതെ വന്ന് കയറിട്ട് ഒക്കെ കണക്കാണല്ലോ. വരും എൻ്റെ അടുത്ത്. മൂത്ത് മൂശട്ടെ. ആക്രേ ഏതാ ഉണ്ടുമാ? ആക്രേ 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 സാർ, ആക്രേ ഏതാ ഉണ്ടുമാ സാർ? സാർ അമ്മാവാ, അമ്മാവാ, ആ ഊണ് റെഡിയായി വാ. എന്തോ അമ്മ കഴിക്കാത്ത? ചിലവരുടെ സ്വഭാവത്തിന് ഇവിടെ വന്ന് കഴിക്കാണ്ട് നീച്ച് പോവാണ് വേണ്ടത്. അമ്മയുടെ ആണോ? അടി ഞാൻ വെറുതെ ചെന്നിട്ട് വേറെ തമാശ പറയായിരുന്നല്ലേ. അപ്പൊ ഇങ്ങനെ ചാടി കളിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ എന്നോട് ചാടിയതോ? അമ്മാവൻ കണ്ടതല്ലേ ഞാൻ അമ്മയുടെ റൂമിലോട്ടൊരു ചായ ഇട്ട് പോകുന്നത്. എന്നോട് പറയാ എന്നിട്ട് ഇപ്പൊ ഞാൻ ചോദിച്ചില്ലല്ലോ. അപ്പൊ ഞാൻ അത് അമ്മാവൻ എടുത്തത് കൊണ്ട് ഒരു ചായ അമ്മയ്ക്കും കൂടെ എടുത്തതേ ഉള്ളൂ എന്ന് പറയും. ഞാൻ അമ്മാവൻ ചോദിച്ചെങ്കിൽ അമ്മാവന് കൊടുക്കണം. എന്റെ അമ്മയമ്മയായിട്ട് എന്തെങ്കിലും ഉടക്കിയോ രാവിലെ? ഞാനെന്തോടൊക്കെ അടയ്ക്കുന്നില്ല. അമ്മമായിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ? പിന്നെന്തിനപ്പ ഇത് വെറുതെ എന്റെ നേർക്ക് ചാടി കളി? ആയിട്ട് വന്നേ വിളിക്കാൻ പോവായിരുന്നു. ചോറ് വിളമ്പട്ടെ? ഞാൻ എന്റെ അമ്മയുടെ ഒരു സ്വഭാവം എന്താ എന്റെ അമ്മയ്ക്ക് വയസ്സുകാലത്ത് എന്ത് സ്വഭാവം അത്? അല്ല ഓരോ കാരണം വേണ്ടേ ഒരാളുടെ നെഞ്ഞത്ത് കയറാൻ? എന്താണെന്നൊന്നും അറിയത്തില്ല. ഞാനിപ്പോ ഊണ് കഴിക്കാൻ വിളിച്ച പറഞ്ഞു. ഞാൻ ആ കൂട്ടുകാരന്റെ ബേക്കറി ഉദ്ഘാടനത്തിന്റെ കാര്യം പറയാനായിട്ട് അങ്ങനെ ചെന്നതാണ്. ഓരോ തമാശ പറഞ്ഞിരിക്കുമ്പോ അത് കേൾക്കല്ലേ വേണ്ട. ഒരു ഒറ്റ ചാടി കയറി ഇറങ്ങിപ്പൊക്കെ അവിടെ നിന്ന് എനിക്ക് കാണണ്ട. ആ ദേഷ്യത്തിന് ശരിക്കും ഞാൻ ഇവിടുന്ന് ഊടയിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ഇറങ്ങി പോണം ഇവിടുന്ന്. ഞാൻ എന്തെങ്കിലും ഒന്നിനും തോന്നിയിട്ട് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാൽ അമ്മ ഇറങ്ങി പോകും. അത് കൊള്ളാലോ. അല്ലാതെ എന്ത് സ്വഭാവം അത്? നീ ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി എന്ന് രാവിലെ? ഞാൻ എന്റെ അമ്മയോട് ഒരിക്കലും പിണങ്ങാറില്ല. ഓ പിണങ്ങാത്ത ഒരേ ആൾക്കാർ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ചാടി കളിക്കുമല്ലോ. സാരല്ല. വിളമ്പട്ടെ? അമ്മ എവിടെ? ആ ഞാൻ വിളിച്ചിട്ട് വന്നില്ല. എല്ലാരും കഴിച്ചു കഴിഞ്ഞിട്ട്. ഓ എന്നാ പിന്നെ ഞാൻ ഇവിടെ ഇരിക്കണുണ്ടാവും. ചിലപ്പോ വരാത്ത വേണം ഞാൻ മാറി തരാം. കഷ്ടം. ഇത് എന്താ ഇത്? ഇതിനു വേണ്ടി വഴക്കുണ്ടാക്കാൻ എന്തായിരിക്കുന്നത്? ഇപ്പൊ അമ്മ ഇപ്പൊ വരും, അപ്പൊ തീരും കാര്യങ്ങള്. മക്കള് കഴിക്കേ വിളിച്ചോണ്ട് കഴിക്കണ്ടങ്ങനെ. അമ്മ ഓ പെങ്ങള് കഴിക്കാന്നിട്ട് വിഷമമുണ്ടല്ലേ? ഒന്നും മീനൊന്നും ഇല്ലടി. അമ്മ അമ്മയെ കാണുന്നില്ലേ? അമ്മയോടെ കണ്ടില്ല? അവിടെ ഇല്ലെങ്കിൽ ചേച്ചി എടുത്തോട്ട് പോയി കാണും. ആ എന്നാ അവിടെ പോയി തിന്നോളൂ. നീ ഇങ്ങോട്ട് വാ. അതെ ഞാൻ ഇവിടെ ചേച്ചിയുടെ വീട്ടിലാണ് ഊണ് കഴിച്ചൊന്ന് കിടന്നു. ഞാൻ 5 മണിക്ക് ചീരത്തോട്ടത്ത് പോയിട്ട് അവിടുന്ന് അങ്ങോട്ട് വരാം. ആ ശരി ശരി. ആ വാച്ചവിടെ? ഫോണ് പോട് വാച്ചവിടെ?
വാച്ച് ഇപ്പൊ എവിടെ വെച്ച് ഇപ്പൊ എവിടെ വെച്ചത്? ഫോണിന്റെ കൂടെ ഉള്ള വെക്കാറ് അവിടെ വെച്ചിട്ടില്ല. പിന്നെ ആ ഞാൻ കടക്കുമ്പോ ഇങ്ങനെ കൈ ഞാൻ ഇവിടെയാണല്ലോ വെച്ചത്. ലില്ലിയേ എന്തോ വന്നിട്ട് വന്നേ. ഏ അതെ മാമ ഇവിടെ കിടക്കുമ്പോഴേ വാച്ച് ഇവിടെ വെച്ചിരുന്നു. വാച്ച് കാണാനില്ല. നീ കണ്ടാ? ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ കണ്ടില്ല. ഇവിടെ വെച്ചിരുന്നേ കാണാൻ. ഇവിടെയാണോ വെച്ചത്? ആ നീ കുട്ടികളെങ്ങാനും എടുത്ത അവര് ഞാൻ ഇവിടെ കിടക്കും. നല്ലു സയ്യോ നീ വന്നേപ്പാ. നീ അവിടെ അമ്മാവിന്റെ മുറിയിലെങ്ങാനാണോ വെച്ചത്? ഇല്ല അവിടെ ഫോണിന്റെ കൂടെ വെച്ചില്ല. ഞാൻ ഇവിടെ എനിക്ക് ഓർമ്മ ഉണ്ട്. ഇങ്ങനെ കിടക്കുമ്പോ ഇങ്ങനെ കൈ വെച്ചപ്പോ തട്ടിയപ്പോ ഞാൻ അത് ഊരി ഇവിടെ വെച്ചതാണ്. അതെ അപ്പൊ ഇപ്പം വാച്ച് ഇവിടെ വെച്ചിരുന്നു. അത് കണ്ട അപ്പൂപ്പന്റെ വാച്ച് കണ്ടായിരുന്നു? അപ്പോഴേ അവിടെ പോയി പിന്നെ കണ്ടില്ല. കുഞ്ഞു കണ്ടായിരുന്നാ? പിന്നെ ഇപ്പൊ അത് അപ്പൂപ്പന്റെ മുറിയിലൊക്കെ ഒന്ന് പോയി നോക്കിയോണ്ടെന്ന്. അവിടെ ഇല്ല കുട്ടിയെ. ഞാൻ നോക്കിയതാണതേ. ആണോ? ആ റൊണാൾഡ് അവൻ ഇവിടെ വന്നിരുന്നു. റൊണാൾഡേ ഒന്നിട്ട് വന്നേ. നീ ഇപ്പൊ എവിടെ പോയിട്ട് വരിക? ഞാൻ മേലെ നമ്മുടെ ഒരു കൂട്ടാൻ്റെ ബൈക്ക് ബ്രേക്ക് കേടാ ഞങ്ങൾ ശരിയാക്കാൻ പോയി. അപ്പൊ നീ എന്തിനാ വാച്ച് എടുത്തിട്ട് പോയത്? വാച്ച് കിട്ടുന്ന ശീലം എനിക്കില്ലല്ലേ. എടാ നിന്റെ വാച്ചല്ല ഇവിടെ വെച്ചിരുന്ന. എന്റെ വാച്ച് എന്തിനാ നീ എടുത്തോണ്ട് പോയിന്ന്? മാൻ്റെ വാച്ചിനെ ഞാൻ എടുത്തോണ്ട് പോന്നെ. നീ ഇവിടെ വന്നിരുന്നപ്പോ ഞാൻ നിന്നെ ആട്ടി ഓടിച്ചല്ല. ആ ദേഷ്യത്തിന് നീ വാച്ച് എടുത്ത് പോയിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്താ നീ പറയുന്നത്? നിങ്ങളെ ഊക്കള വാച്ച് എടുത്തോണ്ട് പോകണ്ട ആരും എനിക്കെന്ത്? ആ വാച്ചിന് ഊക്കള വാച്ച് എന്ന് പറഞ്ഞാൽ അടിച്ചിന്റെ അയ്യോ വാച്ചൊന്നല്ലടാ അത്. നിങ്ങളുടെ വാച്ചിന് കൊമ്പുണ്ടോ? കൊമ്പിട്രാ. ആ വാച്ച് ഏതാന്നറിയ എനക്ക്? ഞാൻ എന്റെ ഗിരിജയും കൂടി ബോംബെയിൽ താമസിക്കാൻ പോയ സമയത്ത് അവിടെ ധാരാവിയിലെ 2 ചേരിയിലെ ഗുണ്ടകൾ തമ്മിൽ അടികൂടുക. ചന്ദ്രുബായി എന്ന ഗുണ്ടേനെ ഞാൻ രക്ഷിച്ചേനെ. ചന്ദ്രുബായി എന്റെ കൈ കെട്ടി തന്ന വാച്ചാത്. കെട്ടി തന്നപ്പോ എന്താ പറഞ്ഞെന്നറിയോ? ഒരിക്കലും ഈ വാച്ച് ഊരരുത്. ഒരിക്കലും ഈ വാച്ച് ഊരുന്ന് വന്നിട്ട് അതാ ഊരി ഇവിടെ കൊണ്ടുവച്ചത്. എന്റെ അമ്മയെ എടാ ചാവുന്നവരാ വാച്ച് വിൽക്കരുതെന്ന്. അതിപ്പോ എന്നോട് പറയേണ്ട കാര്യം. നിങ്ങളുടെ വാച്ച് കാണാൻ പോയിട്ട് നിങ്ങൾ റൊണാൾഡോ അച്ചാച്ചനെ എടുത്താ? അല്ല എനിക്കറിയാമാനായിട്ട്. അല്ല കണ്ടായിരുന്ന ഇവിടെ ഇരിക്കുന്നത്? ഞാൻ കണ്ടതുമില്ല എടുത്തിട്ടില്ല. നിങ്ങളുടെ കുടുംബക്കാർക്ക് മൊത്തം എന്നെ കാണുമ്പോ ഇത് തന്നെ. എന്തെങ്കിലും കാണാതെ ഒരുപാട് ഭ്രാന്ത് പറയുന്നത് ഞാൻ വാച്ചിന്റെ എന്നോട് ദേഷ്യപ്പെട്ട് പോയത് ഇവിടുന്ന്. ദേഷ്യം എന്നെക്കാട്ടിൽ മുമ്പ് അമ്മയായിട്ടെന്തോ കുണ്ടക്കറുവോ കേന്ദ്രം ഉണ്ടായെന്ന് പറഞ്ഞില്ലേ? ആ ദേശത്തിനകത്ത് പുന്നാര പെങ്ങളെടുത്ത് മാറ്റി വെച്ചതാണെങ്കിലോ? ആ ചിലപ്പോ അത് ശരിയായിരിക്കും. അമ്മ എടുത്തു വെച്ചിട്ടുണ്ടാവും. ഈ തള്ളക്ക് എന്താ വയസ്സുകാലത്ത് ഭ്രാന്തുണ്ടാ? ചേച്ചിന്ന് വിളിച്ചാണ് തള്ളേന്നാ. നിന്റെ ഭ്രാന്ത് ഞാൻ മാറ്റണ്ട് ഞാൻ. അതെ എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ നേരിട്ട് തീർക്കണം. അല്ലാണ്ട് വില കൊടുപ്പുള്ള സാധനം ഒളിപ്പിച്ചു വെക്കല്ല വേണ്ട. ഈ ഊച്ചാളിത്തരം എന്നോട് കാണിക്കേണ്ട മര്യാദയ്ക്ക് പുറത്തേക്ക് വന്നോ? അതെ വയസ്സായി കരുതിട്ട് തോന്നിയാസം കാണിക്കരുതിട്ടാ. എനിക്ക് വയസ്സായോ? നിനക്കല്ലടി ചേച്ചീനോടാ പറഞ്ഞു. അമ്മേനോട് പറഞ്ഞതാ. പിന്നല്ല അതിന് അമ്മ ഇവിടെ എവിടെ ഇരിക്കുന്നു? അവിടെ ഇല്ലേ? നീയല്ലേ പറഞ്ഞു വിടേണ്ടത്? അല്ല ഇവിടെ ഇല്ല. അപ്പൊ ഞാൻ ഓർത്ത് അങ്ങോട്ട് വന്നിട്ടുണ്ടാവും. അന്ന് ചിലപ്പോ സുലി ചേച്ചിയുടെ അടുത്തോട്ട് വരും. നിങ്ങളൊന്ന് വിളിച്ചിട്ട് വന്നേച്ചല്ലേ. അതെ എവിടെ പോയി വിളിച്ചാലും ശരി ആ വാച്ച് കിട്ടാൻ ഞാൻ പോവില്ല. അത് എന്താ? അമ്മാവന്റെ വാച്ച് കാണുന്നില്ലെന്ന് അവിടെ അഴിച്ചു വെച്ചത്. ഇന്നോടുള്ള ദേഷ്യത്തിന് ആ വാച്ച് എങ്ങാനും എവിടെയെങ്കിലും ഇട്ട് പൊട്ടിച്ച അത് സാധാരണ വാച്ചാണത്. നിനക്ക് അറിഞ്ഞൂടെ? ബോംബെന്ന് അറിയാം. ചന്ദ്രബായി തന്നതല്ലേ? ആ അതറിയാം. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ള. എന്തൊരു എന്നെ വിളിച്ചൊരു ചാട്ടം ഞാൻ എടുത്തൊന്നും പറഞ്ഞു. അതെ ഒളിച്ചിരിക്കേ. എത്ര നേരം ഒളിച്ചിരിക്കും? വരട്ടെ വന്നിട്ട് വാച്ച് കിട്ടിയിട്ട് ഞാൻ പോണു. എന്തമ്മാ എടാ ഞാൻ പറഞ്ഞില്ലേ നിന്റെ അമ്മയ്ക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. ഇപ്പൊ എന്റെ വാച്ച് എടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ട് ഒളിഞ്ഞ് നടക്കാന്ന്. അമ്മയെ വിളിച്ചാണേ. അവിടെ ഇല്ല. ഇവിടെ സുലി ചേച്ചിയുടെ അങ്ങോട്ടേ കണ്ട് പോയിട്ട്. എടാ നീ നോക്കട എന്റെ വാച്ച് എടുത്തിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ദേഷ്യത്തിന് എവിടെ ഇട്ട് പൊട്ടിച്ചാലോ? ആ വാച്ച് ഏതാന്ന് അറിയണക്ക്? ബോംബെന്ന് ചന്ദ്രുബായി. അതറിയാം. ഈ അമ്മ എവിടെ പോയി നോക്കണേ? ഇവിടെ ഇല്ല അവിടെ ഇല്ല അവിടെ തന്നെ. അതിലും വലുത് ഭ്രാന്താണ്. അമ്മയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങണ്ടേ? എന്റെ അമ്മാവൻ പോയി. ഇനിയിപ്പോ ഇവിടെ അങ്ങനെയൊന്നും പോവില്ല. ആ വാച്ച് കിട്ടിയിട്ടേ ഞാൻ പോവുള്ളൂ. അപ്പൊ അമ്മാവന് ഇന്ന് പോകണ്ട. അല്ലെങ്കിൽ വാച്ച് കിട്ടിയിട്ട് പോയാ മതി. പോണൂന്ന് വന്ന ഇടി പിടിക്കും രണ്ടും കൂടെ. വരട്ടെ ഇങ്ങോട്ട് വരട്ടെ. എന്തോ ഒരു ആവശ്യമില്ലാട്ടെ നെഞ്ഞത്ത് കയറി വരെ. വരട്ടെ എവിടെ പോയിരുന്നമ്മ ഇത്? ഞാൻ ഇന്നെന്തായാലും കാണാൻ തുടങ്ങിയെന്നല്ലേ ഈ സ്വഭാവം. ഇന്നെന്തായാലും കാണാൻ തുടങ്ങിയെന്നല്ലേ? എനിക്കറിയാന്ന് എന്റെ അടുത്ത് വന്നാൽ കിട്ടിയിട്ടന്നെ ഞാൻ പുള്ളു കിട്ടുന്നു. പിന്നെന്താ കൈ മാറ്റാലോ? ഇതെന്തത്? എന്താണെന്ന് നോക്കിയാണ് എന്തോന്നാണിത്? അല്ല ഇതെന്താ ഇങ്ങനെ കൊടുത്തിട്ട്? എടാ ഇങ്ങനെയാണ് ചെയ്യാനുള്ളത്. നീ എന്തെങ്കിലും കൊണ്ടുവന്നാൽ എൻ്റെ കയ്യിൽ തരണം. ഞാൻ എന്തെങ്കിലും കൊണ്ടുവന്നാൽ നിന്റെ തരും. നമ്മൾ സഹോദരന് സഹോദരിയാണ്. നീ എന്തോ കാണിച്ചത് എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അല്ലേ? മനസ്സിലായില്ലേ? മനസ്സിലായോ ഇപ്പം? ഇല്ല.
എടാ നീ കൊണ്ടുവന്നിട്ട് അതിന് ലില്ലിയുടെ കൊണ്ട് കൊടുത്തല്ലേ? അതിലെനിക്ക് സങ്കടമില്ല. അവക്ക് എവിടെയെന്ന് വെച്ചപ്പോ എന്താ പറഞ്ഞ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെയാണ്. ഞാൻ ആരാടാ നിന്റെ? ഇനി മേലിൽ ഇങ്ങനെ വേണം കാണിക്കാനുള്ളത്. നീ എന്ത് കൊണ്ടുവന്നാലും എന്റെ കൈ കൊണ്ട് തരണം. മനസ്സിലായല്ലോ? മനസ്സിലായ? ഞാനത് നിന്റെ കയ്യിലെ കൊടുത്തു. അത് മോശമായി പോയില്ലേ? അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി മുതൽ അമ്മാവ അത് ആവർത്തിക്കുക കേട്ടോ. ഇല്ല, അങ്ങനെ ചെയ്യണം അമ്മാവ. പിന്നെ അമ്മാവൻ്റെ ഒരു വാച്ച് കാണാനില്ലെന്ന് പറയുന്നത് കേട്ടോ. അമ്മ കണ്ടായിരുന്നോ? ഞാൻ വന്നപ്പോ പോത്തുപോലെ ആ ചാരുകസേര മലന്നിരുന്ന് ഉറങ്ങുന്നു. വാച്ച് ആ ജനലിൽ വെച്ചിരിക്കുന്ന അഴിയിലോട്ട്. വല്ലവരും വന്ന് കൈയിട്ടെടുത്തോണ്ട് പോയാൽ എന്താ ചെയ്യും? ഞാനെടുത്ത് സൂക്ഷിച്ചോണ്ടോ ആ ട്രായിൽ വെച്ചിട്ടുണ്ട്. എന്റെ സമാധാനായി. ഇല്ലെങ്കിൽ ബോംബെയിലെ ചന്ദ്രുവായോട് എന്ത് സമാധാനം പറയണം അമ്മാവൻ. അച്ഛാ കൈസഹേന്ന് പറയാം. Aliens.